ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ 10 വ്യാപാരികളിൽ പ്രസിദ്ധനായ ഒരാളാണ് വൂൾവർത്ത്. ഷിക്കാഗോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വെങ്കല പ്രതിമ തന്നെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തെ അവിസ്മരണീയനാക്കിയത് എന്താണെന്നറിയാമോ? താൻ യുവാവായിരുന്ന കാലത്ത് ന്യൂയോർക്കിലെ ഒരു വ്യാപാരിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാലം. ആ വ്യാപാര സ്ഥാപനത്തിൽ അനേക നാളുകളായി വിറ്റഴിയപ്പെടാതെ ഒട്ടനവധി സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നു. ഈ സാധനങ്ങൾ കാണുമ്പോഴെല്ലാം വ്യാപാരിയുടെ കണ്ണു നിറയും. വ്യാപാരിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഇദ്ദേഹം തല പുകഞ്ഞാലോചിച്ചു എങ്ങനെയാണ് ഇത് വിറ്റഴിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം ഒരു ആശയം വ്യാപാരിയുമായി പങ്കുവച്ചു. വിൽക്കാതെ കിടക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് കൂട്ടിയിടാം. അവയ്ക്ക് മുകളിൽ 10 സെന്റ് മാത്രം എന്നൊരു ബോർഡും തൂക്കാം. ഒരുപക്ഷെ നാം വിജയിച്ചേക്കാം. ഇല്ല, ആ പരിപാടി വിജയിക്കില്ല, വ്യാപാരി നിരാശനായി പറഞ്ഞു. നമ്മുടെ സാധനങ്ങൾ മോശമായതുകൊണ്ട് വില കുറച്ചതാണെന്ന് ആളുകൾ വിചാരിക്കും. പക്ഷേ വൂൾവർത്ത് വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം, ആ ചെറുപ്പക്കാരൻ വീണ്ടും വീണ്ടും പറഞ്ഞു. മനസ്സില്ല മനസ്സോടുകൂടെ അദ്ദേഹം അത് പരീക്ഷിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇതുപോലെയുള്ള പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ വ്യാപാരി ഒരിക്കലും തയ്യാറായില്ല. ഭാവനാശൂന്യനായ വ്യാപാരിയുടെ നിഷേധാത്മകമായ നിലപാടിൽ സഹികെട്ട് വൂൾവർത്ത് സ്വന്തമായൊരു കട തുടങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത പേര് 5 and 10 second സ്റ്റോർ എന്നായിരുന്നു. പിന്നീട് ആ സ്ഥാപനം അമേരിക്കയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥാപനമായി മാറുകയും ചെയ്തു. പുതിയ പുതിയ ആശയങ്ങൾ ഹൃദയത്തിൽ തരുന്നത് ദൈവമാണ്. അതിന് നമ്മിൽ ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടും ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള തൻ്റെ ഇടം കൂടെയാണ്. അവിടുത്തെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിലുള്ള സാധ്യതകൾ ദൈവത്തോട് ആരായണം. ഒന്നും നടക്കുകയില്ല എന്ന നിഷേധാത്മകമായ നിലപാട് ഉപേക്ഷിച്ച് കളയണം. മരവിച്ച മനസ്സും ഒരിക്കലും മുൻപോട്ട് പോകുവാൻ ഒരു വ്യാപാരിക്ക് പറ്റുകയില്ല. ജീവിതത്തിൽ ഇനിയും ഒട്ടേറെ അറിയുവാനും പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുണ്ട് എന്ന് നാം സമ്മതിക്കണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതശൈലികൾക്ക് വരെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. സൂര്യപ്രകാശമുള്ള ഇടത്തേക്ക് ചെടികൾ തിരിഞ്ഞു നിൽക്കാറില്ലേ? അവയുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമായതുകൊണ്ട് തന്നെയാണ് ചെടികൾ അങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗത്തും അനന്തമായ അവസരങ്ങളും സാധ്യതകളുമാണുള്ളത്. നമ്മുടെ ചിന്തയെ അവസരങ്ങളുടെയും സാധ്യതകളുടെയും ചക്രവാളത്തിലേക്ക് തിരിച്ചുവിടണം. നമ്മുടെ ജീവിത വിജയത്തിന് അത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ ഏത് വിജയത്തിൻ്റെ പിന്നിലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാണല്ലോ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അടിയുറച്ച ദൈവാശ്രയവും പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമുള്ള ഒരു ഭാഗമായി മാറുമ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ആവശ്യമായ വഴികൾ അവിടുന്ന് കാണിച്ചു തരിക തന്നെ ചെയ്യും. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.